നമ്മളിന്ന് കാണാൻ പോകുന്നത് ലോസ് ആഞ്ചൽസ് ഡൊമസ്റ്റിക് ടെർമിനലിൽ നിന്ന് വന്നിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ലോസ് ആഞ്ചൽസ് ടൗണിൽ പോയി മെട്രോ യൂണിയൻ സ്റ്റേഷനിലൊക്കെ പോയിട്ട് അവിടുന്ന് ട്രെയിനിനോ അതല്ലെങ്കിൽ പിന്നീട് ബസ്സിനോ പോകാനുള്ള വഴി എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ഈ ഒരു LAX ഫ്ലൈവേ എന്ന് പറയുന്ന ഈ പില്ലറിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ LAX ഫ്ലൈവേ എന്ന് പറയുന്ന ബസ് വരും. അതിൽ കയറിയിട്ട് നമുക്ക് യൂണിയൻ സ്റ്റേഷനിൽ പോകാം. ആ യൂണിയൻ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പിന്നെ നമുക്ക് എങ്ങോട്ടേക്കാണോ പോകേണ്ടത് അതിൻ്റെ ഒരു ട്രെയിൻ എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റും. അതല്ല ഇനിയിപ്പോൾ ബസ്സിലാണ് പോകണമെങ്കിലും അങ്ങനെയും പോകാം. ഇൻ്റർനാഷണൽ വന്ന് ഇറങ്ങുന്നവർക്കും ഇതുപോലെ തന്നെയുള്ള സൗകര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇൻ്റർനാഷണലിൽ വേറെ ടെർമിനലാണ്. അപ്പോൾ അവിടെയും ഈ ഫ്ലൈവേയുടെ ബസ് വരാനുള്ള സാധ്യതകളുണ്ട്. വളരെ ചീപ്പാണ് ബസ്സിന് പോകുമ്പോഴും ട്രെയിനിന് പോകുമ്പോഴും. ഫ്ലൈവേയുടെ ബസ് വന്നു കേട്ടോ. ഇവിടെ ജസ്റ്റ് ക്രെഡിറ്റ് കാർഡ് വെച്ചാൽ മതി. ആപ്പൊന്നും ഡൗൺലോഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റുമല്ലോ. കയറുമ്പോൾ തന്നെ അവിടെ മെഷീൻ വെച്ചിരിക്കുന്നുണ്ട്. അതിൽ ആ ഒരു ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്താൽ മതി. ജസ്റ്റ് കാണിക്കുമ്പോൾ തന്നെ $9.75 പോകും. വേറെ ഒന്നും ചെയ്യാനില്ല. ക്രെഡിറ്റ് കാർഡ് വെച്ച് കൊടുക്കുക, കയറി നടന്നു പോരും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ നമുക്ക് ഈ 9.75 ഇത്തിരി കൂടുതലാണ്. പക്ഷേ ഈ ബസ്സിൻ്റെ കംഫർട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്കത് കുഴപ്പമില്ല. കാരണം ഇത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്ത് പോകുന്ന കഴിയുമ്പോൾ 9.75 അതൊരു കൂടുതലല്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ദൂരം ഉണ്ട് ഇവിടുന്ന് എയർപോർട്ടിലേക്ക്, ലോസ് ആഞ്ചൽസ് ടൗണിലേക്ക്. പിന്നെ നമ്മൾ ലോസ് ആഞ്ചൽസ് ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് വീണ്ടും ഒരു $3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു ഇൻ ആൻഡ് അറൗണ്ട് ലോസ് ആഞ്ചൽസിലുള്ള സ്ഥലത്തേക്ക് മെട്രോയ്ക്ക് കയറി പോകാൻ പറ്റും. പിന്നെ ബസ്സിൻ്റെ റേറ്റും ഏകദേശം അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഒരു $15 ഉള്ളിൽ നമുക്ക് അത്യാവശ്യം ലോസ് ആഞ്ചലസ് പരിസരത്തുള്ള എല്ലാവർക്കും വീട്ടിലേക്ക് എത്താനുള്ളൊരു സൗകര്യമാണ് ഈ ഒരു ബസ് വഴി നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ചു. പക്ഷേ നമ്മുടെ ലോസ് ആഞ്ചൽസ് എയർപോർട്ടിൻ്റെ ഭാഗം കാണിച്ചിട്ട് കുറേ നാളായി. നമ്മുടെ ബസ് നമ്മൾ വിട്ടിട്ട് പോവുകയാണ്. അവിടെ നിന്ന് ഇറങ്ങി എല്ലാവരും പോയി അകത്തേക്ക് പോയി നേരെ ഈ എൻട്രൻസിൽ കൊണ്ട് നിർത്തും. നേരെ നമുക്ക് പിന്നെ യൂണിയൻ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയാൽ മതി. വളരെ ഈസിയാണ്. ഒരു അരമണിക്കൂർ പോലും എടുത്തില്ല എന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാറിന് പോയാൽ എത്ര സമയം വേണം? നമ്മുടെ വീട്ടിൽ നിന്ന് 1 മണിക്കൂർ വേണം എയർപോർട്ടിൽ എത്തണമെങ്കിൽ. അതും പറപ്പിച്ച് പോയി. ഇത് വെറുതെ കയറിയിരുന്ന് ഇവിടം വരെ എത്തി. വളരെ ഈസി ആയിട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന സംഭവമാണ്. ഭയങ്കര ഈസിയാണ്. നമ്മൾ അവിടെ നിന്നാണ് നടന്നു വരുന്നത്. നടന്നു വന്നു കഴിയുമ്പോൾ നമുക്ക് മെട്രോ ഒന്ന് കാണാം. ഇവിടെ നമുക്ക് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ മെട്രോയിലേക്ക് കയറാനുള്ള ഒരു സ്ഥലമെത്തി. അവിടെ കയറുന്നതിന് മുമ്പ് ഇവിടെ മെഷീൻ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് പോകാം. ജസ്റ്റ് $350 നമുക്ക് കാർഡ് കിട്ടി. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു $13 നമുക്ക് വീട്ടിലെത്താം എയർപോർട്ടിൽ നിന്ന്. നേരെ കയറി വന്നപ്പോൾ തന്നെ മെട്രോ കിടക്കുന്നുണ്ടായിരുന്നു. വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ലോസ് ആഞ്ചൽസിൽ ഈ മെട്രോ സൗകര്യം യൂസ് ചെയ്യുക. എയർപോർട്ടിൽ പോകാനും വരാനും നമുക്കിത് യൂസ് ചെയ്യാം. വളരെ ചീപ്പ് റേറ്റാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.